ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഡിഗ്രിയുടെ പ്രിലിംസിനും മെയിൻസിനുമായിട്ട് ചോദിച്ചിട്ടുള്ള മലയാളത്തിൻ്റെ സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും അറിയാം 10 മാർക്കാണ് മലയാളത്തിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിഹകം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? വിഹകം എന്ന് വെച്ചാൽ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, പക്ഷിയാണ് ആൻസർ എന്ന് പറയുന്നത്. പ്രത്യേകം എന്ന പദം പിരിച്ചെഴുതുന്ന രൂപം എന്താണ്? പ്രത്യേകം എന്നത് പിരിച്ചെഴുതുകയാണെങ്കിൽ എങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, അതായത് പ്രതി അധികം ഏകം. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സ്വാശ്രയം എന്ന വാക്കിൻ്റെ വിപരീത പദം എന്താണ്? സ്വാശ്രയം എന്ന വാക്കിൻ്റെ വിപരീത പദം എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത് പരാശ്രയം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ശരിയായിട്ടുള്ള വാക്യം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് ഏകദേശം 1000 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓക്കെ, ആൻസർ സി, ഏകദേശം 1000 പേര് സമ്മേളനത്തിൽ പങ്കെടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാട് എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് അചലം. അചലമാണ് കാടിൻ്റെ പര്യായം അല്ലാത്തത്. ഓക്കെ, അവതാരകൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം എന്ത്? അവതാരകൻ്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി അവതാരക. അടുത്തത്, അമൻമെൻറ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന് തുല്യമായ മലയാള പദം ഏത്? അമൻമെൻറ്റ് എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ഭേദഗതിയാണ്. ഓക്കെ, അടുത്തത്, ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഭഗീരഥ പ്രയത്നം എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അതികഠിനമായ പ്രവൃത്തി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായിട്ടുള്ള രൂപം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജഡമാണ്, ജഡം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മനസ്സ് എന്നതിൻ്റെ പര്യായ പദം ഏത്? മനസ്സ് എന്നാൽ എന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, മതി. മതി എന്നാണ് മനസ്സിൻ്റെ പര്യായ പദം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പദത്തിൻ്റെ വിപരീതം എഴുതുക. ഓക്കെ, തന്നിരിക്കുന്ന പദം എന്താണ്? തിക്തം എന്നാണ്. അപ്പോൾ തിക്തത്തിൻ്റെ വിപരീത പദം എന്താണ്? തിക്തത്തിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മധുരം. മധുരമാണ് തിക്തത്തിൻ്റെ വിപരീത പദം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഉപ്പും ചോറും തിന്നുക എന്ന് വെച്ചാൽ എന്താണ്? അതായത് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആശ്രിതനായി കഴിയുക. ഓക്കെ, ഉപ്പും ചോറും തിന്നുക എന്നതിൻ്റെ അർത്ഥം ആശ്രിതനായി കഴിയുക. അടുത്ത ക്വസ്റ്റ്യൻ, സമാന പദങ്ങൾ കണ്ടെത്തുക. ന്യൂനം, നുനം. അപ്പോൾ ന്യൂനത്തിൻ്റെയും നുനത്തിൻ്റെയും സമാന പദം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കുറവ്, നിശ്ചയം. ഓക്കെ, അതാണ് ന്യൂനത്തിൻ്റെയും ന്യൂനത്തിൻ്റെയും സമാന പദം. അടുത്ത ക്വസ്റ്റ്യൻ, പുല്ലിംഗ ശബ്ദം എഴുതുക. അതായത് സ്നുഷ. സ്നുഷയുടെ പുല്ലിംഗ ശബ്ദം എന്താണ്? സ്നുഷയുടെ പുല്ലിംഗ ശബ്ദം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ, ജാമാതാവ്. ജാമാതാവാണ് പുല്ലിംഗ ശബ്ദം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഇത് ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, വാക്യം ചേർത്ത് എഴുതുക. ഓക്കെ, ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നും ഇല്ലായിരുന്നു. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നും ഇല്ലായിരുന്നു. ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പദം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ, അതായത് കവയത്രി. കവയത്രി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. ഇത് ഭയങ്കര കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അതിലൊരെണ്ണം എന്തായാലും കവയത്രി ഉണ്ടാവും. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം ഏത്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അതായത് അതിഥികളെ ഹാർദമായി സ്വാഗതം ചെയ്തു. ഓക്കെ, ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അതിഥികളെ ഹാർദമായി സ്വാഗതം ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നിഷ പ്രിഫേഴ്സ് കോഫി ടു ടീ എന്നതിൻ്റെ മലയാള പരിഭാഷ എന്താണ്? ഓക്കെ, നിഷ പ്രിഫേഴ്സ് കോഫി ടു ടീ എന്ന് വെച്ചാൽ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, നിഷയ്ക്ക് ചായയേക്കാൾ കോഫിയാണ് ഇഷ്ടം. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റപ്പദം എഴുതുക. പൊക്കമുള്ളവൻ. പൊക്കമുള്ളവൻ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രാംശു. പ്രാംശു ആണ് ഒറ്റപ്പദം. ഓക്കെ, താഴെ തന്നിരിക്കുന്ന, അതായത് താഴെ പറയുന്നവയിൽ അഗ്നിയുടെ പര്യായം അല്ലാത്തത് ഏതാണ്? അഗ്നിയുടെ പര്യായം അല്ലാത്തത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അഗ്രിമൻ. അഗ്രിമനാണ് അഗ്നിയുടെ പര്യായം അല്ലാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ, അത് ഏത്? ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലേഖകൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഉദാഹരണം ഏതാണ്? ആൻസേഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഗുരുക്കൾ. ഓക്കെ, അടുത്തത്, പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഏത്? പുത്രൻ എന്നതിൻ്റെ പര്യായ പദമല്ലാത്തത് ഏതാണ്? ആൻസർ എ ആണ്, ജനകൻ. ജനകനാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തീ അധികം കനൽ എന്ന് ചേർത്ത് എഴുതുക. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, തീക്കനൽ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രാജാവും ഋഷിയുമായവൻ ഇത് ഒറ്റപ്പദമാക്കുക. ആൻസർ ഓപ്ഷൻ ഡി രാജർഷി. സുതൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക. ആൻസർ ഓപ്ഷൻ ബി സുത. അടുത്ത ക്വസ്റ്റ്യൻ. 800 എന്ന പദം പിരിച്ച് എഴുതുക. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ ബി എൺ അധികം 100. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ആൻസർ ഓപ്ഷൻ സി ലോകവിവരം ഇല്ലാത്തവൻ. മേഘം എന്ന അർത്ഥം വരുന്ന പദം ഏത്? ആൻസർ ഓപ്ഷൻ ബി വാരിധം. അടുത്ത ക്വസ്റ്റ്യൻ. ദൃഢം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ശിഥിലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, അരോഗ ശരീരം. ഓക്കെ, അരോഗ ശരീരമാണ് ശരിയായ പദം. അടുത്ത ക്വസ്റ്റ്യൻ. പോട്ടെ അധികം അവൻ ചേർത്ത് എഴുതിയാൽ എന്താണ് ലഭിക്കുക? ഓക്കെ, ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പോട്ടവൻ അല്ലെങ്കിൽ പോട്ടെ അവൻ. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് 1ഉം 2ഉം ശരിയാണ്. പോട്ടെ അധികം അവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടവൻ എന്നും പോട്ടെ അവൻ എന്നും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പിരിച്ചെഴുതുക. കാട്ടിനേൻ എന്നുള്ളതിനെ പിരിച്ചെഴുതി കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കാട്ടി അധികം ഏൻ എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തെറ്റില്ലാതെ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിൽ തെറ്റില്ലാത്ത വാക്യം എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി, ഭാരതീയർ എല്ലാവരും സ്നേഹാദരവ് ഭാവത്തോടു കൂടി വർത്തിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാളം വിവർത്തനം എടുത്തെഴുതുക. എന്താണ്? നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. ഇവിടെ തേൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, മധൂലിയാണ് തേൻ എന്നർത്ഥം വരുന്ന പദം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കുത്തിക്കൊണ്ട് പറക്കാനും വയ്യ ഇട്ടേച്ചു പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ല് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്, അതായത് മധുരിച്ചിട്ട് തുപ്പാനും മേല കഴിച്ചിട്ട് ഇറക്കാനും മേല. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. എതിർലിംഗം എഴുതുക. ചെട്ടിച്ചി എന്ന് പറയുന്നതിൻ്റെ എതിർലിംഗം എന്താണ്? ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അപ്പോൾ അത് വേണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക. മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, പീതാംബരനാണ് മഞ്ഞപ്പട്ടുടുത്തവൻ എന്ന അർത്ഥം വരുന്നത്. ഓക്കെ, അടുത്തത് ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം. ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻസ് ഉറപ്പ്, സ്വൈര്യം, തിടുക്കം, വേഗം. ഓക്കെ, ധൃതിയത്തിൻ്റെ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, വിദ്യുത് ശക്തിയാണ് ഓപ്ഷൻ ബി ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായ വാക്യം കണ്ടെത്തുക. ശരിയായിട്ടുള്ള വാക്യം ഇതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. ഓക്കെ, അതായത് 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ്? അതായത് എനിക്ക് തലവേദനയുണ്ട് എന്നുള്ളതിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അതായത് ഐ എം സഫറിങ് ഫ്രം ഹെഡ് ഏക്ക്. ഓക്കെ, ഐ എം സഫറിങ് ഫ്രം ഹെഡ് ഏക്ക് എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. അറിയാനുള്ള ആഗ്രഹം, അതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ജിജ്ഞാസ. ഓക്കെ, ആൻസർ എ. അടുത്ത ക്വസ്റ്റ്യൻ. പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഓക്കെ, പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, നീടമാണ് കേട്ടോ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ചേർത്തെഴുതുക. വാഗ് അധികം വാദം. അപ്പോൾ വാഗ് അധികം വാദത്തിന് ചേർത്തെഴുത്ത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വാഗ്വാദമാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അമരം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? അമരത്തിൻ്റെ വിപരീത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അണിയം. ഓക്കെ, അണിയമാണ് അമരത്തിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്നും പഴഞ്ചൊല്ല് കണ്ടെത്തുക. ഇതിലേതാണ് പഴഞ്ചൊല്ല് എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, അതായത് അധികമായാൽ അമൃതും വിഷം. ഓക്കെ, ഇതാണ് പഴഞ്ചൊല്ല് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. താവഴി എന്നുള്ളതിൻ്റെ ശരി ഉത്തരം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, തായ് അധികം വഴി. ഓക്കെ, തായ് അധികം വഴിയാണ് ആൻസർ എന്ന് പറയുന്നത്. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. പെങ്ങൾ എന്ന് പറയുന്ന വാക്ക് ഏത് വചനമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഏകവചനമാണ് പെങ്ങൾ എന്ന വാക്ക്.
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണോ ശരിയായിട്ടുള്ളത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഒന്ന് മാത്രമാണ് ശരി, അതായത് അടിമത്തം എന്ന് പറയുന്നത് മാത്രമാണ് ശരി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏത്? ശരിയായ പ്രയോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്. താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏത്? ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അതായത് പലതുള്ളി പെരുവെള്ളം. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി, പലതുള്ളി പെരുവെള്ളം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പർവ്വതത്തിന് പര്യായ പദമല്ലാത്തത് ഏത്? അപ്പോൾ പർവ്വതത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഇതിൽ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് ചലമാണ് പർവ്വതത്തിൻ്റെ പര്യായം അല്ലാത്തത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ജംഗമം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? ജംഗമത്തിൻ്റെ വിപരീതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്ഥാവരമാണ് വിപരീതം. അടുത്ത ക്വസ്റ്റ്യൻ, കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത്? കർഷകൻ്റെ സ്ത്രീലിംഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കർഷക. ഓക്കെ, കൈയോടിയെങ്കിലേ വായോടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്ത്? ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. ഓക്കെ, അതായത് കൈയോടിയെങ്കിലേ വായാടൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. അടുത്ത ക്വസ്റ്റ്യൻ, വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് വിൺ അധികം തലം. ഓക്കെ, വിൺ അധികം തലമാണ് വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കഞ്ചനത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അതായത് കഞ്ചനേർമിഴിയാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമാന പദമല്ലാത്തത് ഏത്? ഓക്കെ, അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമാന പദമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, തെരുവാണ് സമാന പദം അല്ലാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കുയിൽ എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഓക്കെ, കുയിൽ എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, കബോധമാണ് കുയിൽ എന്നർത്ഥം വരാത്ത പദം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റില്ലാത്ത രൂപം കണ്ടെത്തുക. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റില്ലാത്ത രൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ചെലവാണ് തെറ്റില്ലാത്ത രൂപം. ഓക്കെ, കൊള്ളിവാക്ക് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കൊള്ളിവാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, വേദനിപ്പിക്കുന്ന വാക്കാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ധാർത്തരാഷ്ട്രർ ആരാണ്? ധാർത്തരാഷ്ട്രർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് ധൃതരാഷ്ട്രരുടെ പുത്രന്മാരെയാണ് നമ്മൾ ധാർത്തരാഷ്ട്രർ എന്ന് പറയുന്നത്. ഓക്കെ, ഭാവുകനെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭാവുകത്വമാണ് ഭാവുകനെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സ്ത്രീ പുരുഷ ഉഭയലിംഗ പ്രത്യയമായി വരാത്തത് ഏതാണ്? ഓക്കെ, സ്ത്രീ പുരുഷ ഉഭയലിംഗ പ്രത്യയമായിട്ട് വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, തൂ ആണ് കേട്ടോ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വെണ്ണ കട്ടുണ്ണി എന്നിവ പിരിച്ചെഴുതിയാൽ, അപ്പോൾ വെണ്ണ കട്ടുണ്ണി എന്നത് പിരിച്ചെഴുതിയാൽ എങ്ങനെയായിരിക്കും വരിക? ആൻസർ ഓപ്ഷൻ എ ആണ്, അതായത് വെണ്ണ അധികം കട്ട അധികം ഉണ്ണി. ഓക്കെ, വെണ്ണ കട്ട ഉണ്ണി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അതായത് കുന്നിൻ മകളാണ് കൂട്ടത്തിൽ ചേരാത്തത്. ഓക്കെ, ആഴക്കടലിൽ ഓളമില്ല ഇതേ അർത്ഥം വരുന്ന ചൊല്ല് ഏതാണ്? ആഴക്കടലിൽ ഓളമില്ല എന്ന അർത്ഥം വരുന്ന സെയിം ചൊല്ല് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നിറകുടം തുളുമ്പില്ല എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം ഏത്? തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള വാക്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അതായത് അവൻ എല്ലാ കൊല്ലവും ഒന്നാമതായിരുന്നു എന്നാൽ ഇക്കൊല്ലം രണ്ടാമതായി പോയി. അതായത് അവൻ എല്ലാ കൊല്ലവും ഒന്നാമതായിരുന്നു എന്നാൽ ഇക്കൊല്ലം രണ്ടാമതായി പോയി. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, അയാൾ പിരിച്ചെഴുതുക. അയാൾ എന്നുള്ളതിനെ പിരിച്ചെഴുതിയാൽ എങ്ങനെ കിട്ടും? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ, അതായത് ആ അധികം ആൾ എന്നുള്ളതാണ് അയാൾ എന്നുള്ളതിനെ പിരിച്ചെഴുതിയാൽ ലഭിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ശരിയായിട്ടുള്ള വാക്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, അതായത് അവൻ ഒരക്ഷരം ഉരിയാടിയില്ല എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അത് തെറ്റാണ്. ഓക്കെ, അടുത്തത് നോക്കാം. താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചന രൂപം ഏതാണ്?
ആൻസർ ഓപ്ഷൻ എ ആണ് പെണ്ണുങ്ങൾ. പെണ്ണുങ്ങൾ എന്നുള്ളതാണ് സലിംഗ ബഹുവചന രൂപം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പുറം അധികം അടി ചേർത്ത് എഴുതുക. പുറം അധികം അടി ചേർത്ത് എഴുതിയാൽ എങ്ങനെയാണ് വരിക? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. പുറമടി. പുറമടി എന്നുള്ളതാണ് പുറം അധികം അടി എന്നുള്ളത് ചേർത്ത് എഴുതിയാലായിട്ട് ലഭിക്കുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. സൂര്യൻ്റെ പര്യായമല്ലാത്ത പദം ഏത്? സൂര്യൻ്റെ പര്യായമല്ലാത്ത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സൂപവർണ്ണി. സൂപവർണ്ണി എന്നുള്ളതാണ് സൂര്യൻ്റെ പര്യായമല്ലാത്ത പദം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം തിരഞ്ഞെടുത്ത് എഴുതുക. അതായത് തുല്യതയെക്കുറിച്ചുള്ള ആദർശം ജനാധിപത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ തുല്യതയെക്കുറിച്ചുള്ള അതിൽ തുല്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തുല്യതയുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന വേർഡ് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അതുല്യമാണ് തുല്യതയുടെ വിപരീത പദം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള വാക്കെന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് അസ്തിത്വം എന്നുള്ളതാണ് ശരിയായ വാക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്ത് എഴുതുക. അതായത് വ്യാകരണം അറിയാവുന്നവർക്കേ ഈ ഗ്രന്ഥം ശരിയായി മനസ്സിലാക്കാൻ സാധിക്കൂ. ഓക്കെ, അപ്പോൾ വ്യാകരണം അറിയാവുന്നവർക്ക് എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് വൈയാകരണനാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുത്ത് എഴുതുക. സുഹൃത്തുക്കളിൽ നിന്നും 5-ാം പത്തിക്കാരെ ഒഴിവാക്കുക തന്നെ വേണം. അതായത് ഇവിടെ 5-ാം പത്തിക്കാരുടെ ശരിയായ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് ഒറ്റം കൊടുക്കുന്നവരെ എന്നുള്ളതാണ് 5-ാം പത്തിക്കാരെ എന്നുള്ളതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. കൂടെ ഇരുന്ന് കഴുത്തറുക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? അപ്പോൾ കൂടെ ഇരുന്ന് കഴുത്തറുക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്തുകൂടി ചതിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ക്യാൻസൽ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. ഓക്കെ, തെറ്റില്ലാത്ത വാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി. ഇപ്പോൾ വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രസംഗിക്കുന്നയാൾ എന്നതിനുള്ള ശരിയായിട്ടുള്ള പദം തിരഞ്ഞെടുത്ത് എഴുതുക. അതായത് പ്രസംഗിക്കുന്നയാൾ എന്നതിനുള്ള ശരിയായിട്ടുള്ള പദം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് പ്രസംഗകൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. തണുപ്പുണ്ട് എന്നത് പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? തണുപ്പുണ്ട് എന്നുള്ളതിന് എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുക? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് തണുപ്പ് അധികം ഉണ്ട്. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ, തണുപ്പ് അധികം ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. പെരും അധികം പറ ചേർത്ത് എഴുതിയാൽ കിട്ടുന്നത് എന്താണ്? പെരും അധികം പറ എന്ന് ചേർത്ത് എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് പെരുമ്പറ എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ജനിത്രിയാണ് ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിപരീത പദം എഴുതുക. വിവൃതത്തിൻ്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. വിവൃതം. ആൻസർ ഓപ്ഷൻ ബി ആണ്. സംവൃതമാണ് വിവൃതത്തിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒറ്റപ്പദം ആക്കുക. എല്ലാ ജനങ്ങൾക്കും ബാധകമായ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് സർവ്വജനീയമാണ് എല്ലാ ജനങ്ങൾക്കും ബാധകമായ എന്നതിൻ്റെ ഒറ്റപ്പദം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യാത്രികൻ എന്നുള്ളതാണ്. ഇത് ക്യാൻസൽ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അങ്കാരം എന്ന പദത്തിന് യോജിച്ച സമാന പദം ഏതാണ്? അങ്കാരം എന്ന പദത്തിന് യോജിച്ച സമാന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. തീക്കനലാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തവയിൽ നിന്നും അപ്രൂവ്ഡ് ആസ് പ്രപ്പോസ്ഡ് എന്നതിന് യോജിച്ച മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്രൂവ്ഡ് ആസ് പ്രപ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നിർദ്ദേശിച്ച പ്രകാരം അംഗീകരിച്ചു. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി, നിർദ്ദേശിച്ച പ്രകാരം അംഗീകരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. ഉത്ഥാനം പിരിച്ചെഴുതുക. ഉത്ഥാനം എന്നുള്ളത് പിരിച്ചെഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് ഉത് അധികം സ്ഥാനം എന്നുള്ളതാണ് ഉത്ഥാനം എന്നുള്ളത് പിരിച്ചെഴുതിയാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സംശയമില്ലാത്തത് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? സംശയമില്ലാത്തത് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അസന്ദിഗ്ധമാണ് സംശയമില്ലാത്തത് എന്നർത്ഥം വരുന്ന പദം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, ഇതിൽ ശരിയായിട്ടുള്ള വാക്യം ഏതാണ്?
ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് വന്നു ചേർന്ന ആപത്തുകളെല്ലാം നന്മ നിറഞ്ഞവരുടെ സഹായത്താൽ വളരെ വേഗം നീങ്ങിക്കിട്ടി. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്? വന്നു ചേർന്ന ആപത്തുകളെല്ലാം നന്മ നിറഞ്ഞവരുടെ സഹായത്താൽ വളരെ വേഗം നീങ്ങിക്കിട്ടി. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചേർത്തെഴുതുക. തൻ അധികം കൽ. തൻ അധികം കൽ എന്നുള്ളതിനെ ചേർത്തെഴുതിയാൽ എങ്ങനെ വരും? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, തങ്കൽ. തങ്കൽ എന്നുള്ളതിനെയാണ് നമ്മൾ തൻ അധികം കല്ലെന്ന് എഴുതുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കാണാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം എഴുതുക. കാണാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ദിദൃക്ഷു. ദിദൃക്ഷു എന്നുള്ളതാണ് കാണാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കുളിച്ച കടവ് മറക്കരുത് എന്ന ചൊല്ലിന് യോജിച്ച പ്രസ്താവന ഏത്? കുളിച്ച കടവ് മറക്കരുത് എന്നുള്ളതിന് യോജിച്ച പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കഴിഞ്ഞ അനുഭവങ്ങളും പ്രവൃത്തികളും മറക്കരുത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി, കഴിഞ്ഞ അനുഭവങ്ങളും പ്രവൃത്തികളും മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, മോതിരം എന്ന പദത്തിന് യോജിച്ച പര്യായങ്ങൾ ഏതെല്ലാം? മോതിരം എന്നതിന് യോജിച്ചത് ഏതൊക്കെയാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് അങ്കുലീയം, അതുപോലെ ഊർമിക. അങ്കുലീയം, ഊർമികയാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ഥാവരം എന്ന പദത്തിൻ്റെ എതിർപദം എഴുതുക. സ്ഥാവരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജംഗമം. ക്ഷമിക്കണം, ഡി ആണ് കേട്ടോ, ജംഗമം എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി, ജംഗമം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. നരജീവിതമായ വേദനയ്ക്കൊരു മട്ടർബഗർ ഔഷധങ്ങൾ താൻ അടിവരയിട്ട പദത്തിന് അർബഗർ പകരം പറയാവുന്ന പദം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കുട്ടികളാണ് കേട്ടോ. കുട്ടികളാണ് നമുക്ക് അർബഗർ എന്ന പദത്തിന് പകരം പറയാവുന്ന പദം എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ എ, കുട്ടികൾ എന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് കഥാപാത്രങ്ങളുമായി വായനക്കാരൻ താതാത്മ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥ ആസ്വാദനം സംഭവിക്കുന്നത്. ഓക്കെ, എന്താണ്? കഥാപാത്രങ്ങളുമായി വായനക്കാരൻ താതാത്മ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥ ആസ്വാദനം സംഭവിക്കുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചന പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അലിംഗ ബഹുവചന പദം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് അഭിഭാഷകർ. അഭിഭാഷകരാണ് അലിംഗ ബഹുവചന പദം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പദം ഏതാണ്? തെറ്റായിട്ടുള്ള പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അധപ്പതനം. അധപ്പതനമാണ് തെറ്റായ പദം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദച്ചേർച്ച ഏത്? ശരിയായിട്ടുള്ള പദച്ചേർച്ച ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, എരി അധികം തീ ഈക്വൽ ടു എരിതി. ഓക്കെ, എരി അധികം തീ എന്ന് പറയുന്നത് എരിതിയാണ്. ഇതാണ് ശരിയായിട്ടുള്ള പദച്ചേർച്ച എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്ത്രീലിംഗ രൂപം ഏത്? സ്ത്രീലിംഗ രൂപം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വിദുഷി. വിദുഷിയാണ് സ്ത്രീലിംഗ രൂപമെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുക. തണ്ടാർ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും? ആൻസർ ഓപ്ഷൻ എ ആണ്, തൺ അധികം താർ. ഓക്കെ, അതായത് തൺ അധികം താർ എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അബ്ജദളാക്ഷൻ. അബ്ജദളാക്ഷൻ എന്നത് ഘടകപദമാക്കുക. ഓക്കെ, അബ്ജദളാക്ഷൻ എന്നുള്ളത് ഘടകപദമാക്കി കഴിഞ്ഞാൽ എങ്ങനെ വരും? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അബ്ജദളം പോലെയുള്ള അക്ഷിയുള്ളവൻ. അബ്ജദളം പോലുള്ള അക്ഷിയുള്ളവൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തും നേടിയെടുക്കാം എന്നർത്ഥം വരുന്ന ചൊല്ല് ഏത്? ഓക്കെ, ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തും നേടിയെടുക്കാം എന്നർത്ഥം വരുന്ന ചൊല്ല് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി, കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും. അടുത്ത ക്വസ്റ്റ്യൻ, എൻഡോഴ്സ്മെൻറ്റ് എന്ന വാക്കിന് പകരം പറയാവുന്ന മലയാള പദം എന്താണ്? ഓക്കെ, എൻഡോഴ്സ്മെൻറ്റിന് പകരം പറയാവുന്ന വാക്ക് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മേലെഴുത്ത്. ഓക്കെ, ഓപ്ഷൻ സി, മേലെഴുത്താണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാക്തനം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? പ്രാക്തനം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ, അതുനാദനം. അതുനാദനം എന്നുള്ളതാണ് പ്രാക്തനം എന്നുള്ളതിൻ്റെ വിപരീത പദം. ഓക്കെ, അതുനാദനം. അടുത്ത ക്വസ്റ്റ്യൻ, മണൽ കൊണ്ട് കയറ് പിരിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? മണൽ കൊണ്ട് കയറ് പിരിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അതായത് വിഡ്ഢിത്ത പ്രവൃത്തി ചെയ്യുക. ഓക്കെ, വിഡ്ഢിത്ത പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിട്ടുള്ളവയിൽ ശരിയായിട്ടുള്ള പദം ഏതാണ്? താഴെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പദം ഏതാണ്?
ആൻസർ ഓപ്ഷൻ എ ആണ് തഥാഗതൻ. തഥാഗതനാണ് ശരിയായിട്ടുള്ള പദം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്നതിൻ്റെ മലയാള രൂപം എന്താണ്? ഡെമി ഒഫീഷ്യൽ ലെറ്ററിൻ്റെ മലയാള രൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അർദ്ധ ഔദ്യോഗിക കത്ത്. ഓക്കെ, അർദ്ധ ഔദ്യോഗിക കത്ത് എന്നുള്ളതാണ് ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്നതിൻ്റെ മലയാള രൂപം. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിശേഷേണ വിടർന്നത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത്? ഓക്കെ, വിശേഷേണ വിടർന്നത് എന്നർത്ഥം പറ്റുന്ന ഒറ്റപ്പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വ്യാഘോഷം എന്ന് പറയുന്നത്. വ്യാഘോഷമാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചീവിടിൻ്റെ പര്യായ പദം എഴുതുക. ചീവിടിൻ്റെ പര്യായ പദം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് തില്ലിക. ഓക്കെ, ദില്ലിക എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. സൈരന്ധ്രി എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതുക. സൈരന്ധ്രി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അണിയിച്ചൊരുക്കുന്നവൾ. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ അണിയിച്ചൊരുക്കുന്നവൾ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് പുരാതന കവിത്രയം. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി പുരാതന കവിത്രയം. അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്പിരിറ്റ് ഈസ് വില്ലിംഗ് ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക്. ഓക്കെ, അതായത് ദ സ്പിരിറ്റ് ഈസ് വില്ലിംഗ് ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക് എന്നതിൻ്റെ ശരിയായ മലയാള അർത്ഥം എന്താണ്? ശരിയായിട്ടുള്ള മലയാള അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല. അതായത് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അടിവരയിട്ട പദത്തിന് സമാനമായ പദം ഏത്? അടിവരയിട്ടതിന് സമാനമായ പദം ഏതാണ്? ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിവരയിട്ടിരിക്കുന്നത് ദുഗ്ധം എന്നുള്ളതാണ്. ഇതിൻ്റെ സമാനമായ പദമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് പയസ്സാണ് കേട്ടോ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ പയസ്. അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ള പദം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് പാദസരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തെ സംബന്ധിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ലോകത്തെ സംബന്ധിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ലൗകികം. ലൗകികമാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കഴുത്ത് എന്ന പദത്തിൻ്റെ പര്യായ പദം ഏതാണ്? കഴുത്ത് എന്ന പദത്തിൻ്റെ പര്യായ പദം ഓപ്ഷൻ ഡി ആണ് ഗളം. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ സി ആണ് മുളയിലറിയാം വിള. ഓക്കെ, നീചം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ആൻസർ ഓപ്ഷൻ എ ഉച്ചമാണ് ആൻസർ, ഉച്ചം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കവി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ, ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ് എന്ന ചൊല്ലിന് സമാനമായത് ഏതാണ്? ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ് എന്നതിന് സമാനമായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മിന്നുന്നതെല്ലാം പൊന്നല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായി പിരിച്ചെഴുതിയ രൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് തൊണ്ടയിടറി തൊണ്ട ഇടറി. ഓക്കെ, തൊണ്ടയിടറി തൊണ്ട ഇടറി എന്നുള്ളതാണ് ശരിയായിട്ട് പിരിച്ചെഴുതിയ രൂപം. ഓക്കെ, ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് സർവനാമം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പാദധൂളി എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം എഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ് പാദത്തിലെ ധൂളി. ഓക്കെ, പാദധൂളി എന്ന പദത്തിൻ്റെ വിഗ്രഹാർത്ഥമാണ് പാദത്തിലെ ധൂളി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായ പദം ഏത്? തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് അഭിവാഞ്ച. ഓക്കെ, അഭിവാഞ്ച എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സാധനങ്ങൾ വിൽക്കുന്ന ആൾ. സാധനങ്ങൾ വിൽക്കുന്ന ആൾ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വിക്രേതാവ്. വിക്രേതാവാണ് സാധനങ്ങൾ വിൽക്കുന്ന ആളെന്ന് പറയുന്നത്. ഓക്കെ, കുതിര എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ്? കുതിരയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അസിതം. അസിതമാണ് പര്യായ പദം അല്ലാത്തത്. ഓക്കെ, നിരാമയം എന്നതിൻ്റെ വിപരീത പദം എഴുതുക. നിരാമയത്തിൻ്റെ വിപരീത പദം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആമയം. ആമയം എന്നുള്ളതാണ് വിപരീത പദം. അബദ്ധം പ്രവർത്തിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കാട് കാട്ടുക. ഓക്കെ, അബദ്ധം പ്രവർത്തിക്കുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് കാട് കാട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ. തലമുടി എന്ന പദത്തിന് സമാനമായ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കുന്തളം. ഓക്കെ, കുന്തളമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ചേർത്തെഴുതുക. നെൽ അധികം മണി. ഓക്കെ, നെല്ല് അധികം മണി എന്ന് പറയുന്നതിന് ചേർത്തെഴുതിയാൽ എന്ത് കിട്ടും? ആൻസർ ഓപ്ഷൻ സി ആണ് നെന്മണി. നെന്മണി എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് തടിനി
തടിയൻ. ഓക്കെ, തടിനി, തടിയൻ എന്നുള്ളതാണ് കൂട്ടത്തിൽ പെടാത്തത്. 8000 എന്ന പദം പിരിച്ചെഴുതുക. 8000 എന്നുള്ള പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ കിട്ടും? എൺ അധികം 1000. എണ്ണധികം 1000 എന്നുള്ളതാണ് ആൻസർ. താഴെ പറയുന്നതിൽ ശരിയായ വാക്യം ഏത്? ശരിയായിട്ടുള്ള വാക്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. തിങ്കളാഴ്ച തോറും ഇറങ്ങുന്ന വാരികയാണിത്. തിങ്കളാഴ്ച തോറും ഇറങ്ങുന്ന വാരികയാണിത്. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, മണൽ അധികം അരണ്യം ചേർത്തെഴുതുക. മണലധികം അരണ്യം എന്ന് ചേർത്തെഴുതിയാൽ എന്ത് വരും? ആൻസർ ഓപ്ഷൻ ബി ആണ്. മണലരണ്യം. ആരും എ എന്നും കൊണ്ട് എഴുതരുത് കേട്ടോ. മണലരണ്യം എന്നൊന്നുമല്ല, ഓപ്ഷൻ ബി ആണ്. മണലരണ്യമാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങളിൽ ആവർത്തന ശബ്ദം ഏതാണ്? കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. എയ്ക്ക് അല്ലേ? അത് കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക്. അപ്പോൾ എയ്ക്ക്, ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. അലംഘനീയമായ അഭിപ്രായം. ഓക്കെ, അലംഘനീയമായ അഭിപ്രായമാണ് വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. താഴെ പറയുന്നവയിൽ ഓളത്തിൻ്റെ പര്യായമല്ലാത്തത് എന്താണ്? ഓളത്തിൻ്റെ പര്യായമല്ലാത്തത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആളമാണ്. ആളമാണ് ഓളത്തിൻ്റെ പര്യായം അല്ലാത്തത്. ശരിയായ പദം തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി. ക്ഷമിക്കണം, സി അല്ല കേട്ടോ, എ ആണ്. അസ്തമയം. അസ്തമയമാണ് ശരിയായിട്ടുള്ള പദമെന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഡാഷ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. വൈരുദ്ധ്യമാണ്. വൈരുദ്ധ്യമാണ് എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, മരങ്ങൾ പിരിച്ചെഴുതുക. മരങ്ങൾ പിരിച്ചെഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? ആൻസർ ഓപ്ഷൻ എ ആണ്. മരം അധികം കൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വട്ടം അധികം പലക. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. വട്ടപ്പലക. വട്ടപ്പലക എന്നുള്ളതാണ്. വട്ടം അധികം പലക എന്നുള്ളത് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ. ഓക്കെ, കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം എന്താണ്? കുഞ്ഞുങ്ങൾ അല്ലേ? കുഞ്ഞുങ്ങൾ എന്നുള്ളതിൻ്റെ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. കൾ. കുഞ്ഞുങ്ങൾ. അപ്പോൾ കള്ളാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ടുള്ള വാക്യം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എന്താണ്? വരനും വധുവും തമ്മിൽ മാലയിട്ടു. വരനും വധുവും തമ്മിൽ മാലയിട്ടു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏത്? ശരിയായിട്ടുള്ള പദം ഇതിലേതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അനുഗ്രഹീതം. അനുഗ്രഹീതമാണ് ശരിയായിട്ടുള്ള ആൻസർ. നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. നങ്ങ്യാർ. നങ്ങ്യാർ എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, പിരിച്ചെഴുതുക. അന്താസത്ത. അന്താസത്ത എന്നുള്ളത് പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അന്ത അധികം സത്ത. ഓക്കെ, അന്താസത്ത എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള വാക്യം ഏത്? ശരിയായിട്ടുള്ള വാക്യം ഇതിലേതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. എൻ്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. പുരോഗതി എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? പുരോഗതിയുടെ എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. പാശ്ചാത്ഗതി. പാശ്ചാത്ഗതി എന്നുള്ളതാണ് പുരോഗതി എന്ന പദത്തിൻ്റെ വിപരീത പദം. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓക്കെ, കാടും പടലും തല്ലുക എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്രസക്തമായത് പ്രതിപാദിക്കുക. ഓക്കെ, ഓപ്ഷൻ എ ആണ്. അപ്രസക്തമായത് പ്രതിപാദിക്കുക. ചേർത്തെഴുതുക. വിദ്യുത് അധികം ശക്തി. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. വിദ്യുത് ശക്തി. വിദ്യുത് ശക്തി എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. ശരിയായ പ്രവർത്തനം ഏത്? ആൻസർ ഓപ്ഷൻസ് നോക്കാം. അതായത് ദ ബ്ലഡ് ഓഫ് ദ റെവല്യൂഷണറീസ് കോഴ്സ്ഡ് ത്രൂ ദ സ്ട്രീറ്റ്സ്. ഓക്കെ, അതായത് ദ ബ്ലഡ് ഓഫ് ദ റെവല്യൂഷണറീസ് കോഴ്സ്ഡ് ത്രൂ ദ സ്ട്രീറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. അടുത്ത ക്വസ്റ്റ്യൻ, പുല്ല് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? പുല്ല് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. തൃണം. തൃണം എന്നുള്ളതാണ് പുല്ല് എന്നർത്ഥം വരുന്ന പദം. ഓക്കെ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കാക്കയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? കാക്കയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വിശ്വകേതു. വിശ്വകേതു ആണ് കാക്കയുടെ പര്യായ പദം അല്ലാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
തെറ്റില്ലാത്ത വാക്യം ഏത്? തന്നിരിക്കുന്നതിൽ തെറ്റില്ലാത്ത വാക്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. നന്ദി പറയുന്നു. നന്ദി പറയുന്നു എന്നുള്ളതാണ് തെറ്റില്ലാത്ത വാക്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്തിൻ്റെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അധ്വാനത്തിൻ്റെ മഹത്വം. അധ്വാനത്തിൻ്റെ മഹത്വത്തിനെയാണത് അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് പരിഭാഷ എന്താണ്? ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്നുള്ളതിൻ്റെ പരിഭാഷ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. വിത്ത് ഗുണം 10 ഗുണം. ഓക്കെ, ഓപ്ഷൻ സി, വിത്ത് ഗുണം 10 ഗുണം. അടുത്ത ക്വസ്റ്റ്യൻ. ചേർത്തെഴുതുക. ഈ അധികം അൾ. ഈ അധികം അൾ എന്നതിന് എങ്ങനെയാണ് നമ്മൾ ചേർത്തുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇവൾ എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ബി, ഇവൾ. അടുത്ത ക്വസ്റ്റ്യൻ. കുളം കോരി ശൈലിയുടെ അർത്ഥം എന്താണ്? കുളം കോരി എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് നശിപ്പിക്കുക. നശിപ്പിക്കുക എന്നുള്ളതാണ് കുളം കോരി എന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏതാണ്? ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. തടിനി. തടിനിയാണ് നദിയുടെ പര്യായം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിപരീത പദം എഴുതുക. ചഞ്ചലം. ചഞ്ചലത്തിൻ്റെ വിപരീത പദം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അചഞ്ചലം. അചഞ്ചലം എന്നുള്ളതാണ് ചഞ്ചലത്തിൻ്റെ വിപരീത പദം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പിരിച്ചെഴുതുക. ഉണ്മ. ഉണ്മ എന്നുള്ളതിന് നമ്മൾ പിരിച്ചെഴുതിയാൽ നമുക്ക് എന്താണ് കിട്ടുക? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഉൾ അധികം മ. ഓക്കെ, ഉൾമ അതായത് ഉൾ അധികം മായനെയാണ് നമ്മൾ ഉണ്മ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായ പദം ഏത്? ശരിയായിട്ടുള്ള പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. നിശ്ചയം. നിശ്ചയമാണ് ശരിയായിട്ടുള്ള പദം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സമാന പദം ഏത്? ഇനൻ. ഇനൻ എന്നതിൻ്റെ സമാന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സൂര്യൻ. ഓക്കെ, സൂര്യനാണ് ഇനൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. വഞ്ചി ഇപ്പോഴും തിരുനക്കരെ തന്നെ. അതായത് ഈ ശൈലിയുടെ അർത്ഥം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? അതായത് വഞ്ചി ഇപ്പോഴും തിരുനക്കരെ തന്നെ എന്നുള്ളത് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. പുരോഗതി ഇല്ലാത്ത അവസ്ഥയാണിത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദർ ഈസ് നോ റോസ് ബട്ട് ഹാസ് തോംസ്. അപ്പോൾ ഇത് എന്നതിൻ്റെ വിവർത്തനം എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. മുള്ളില്ലാത്ത റോസാച്ചെടി ഇല്ല. ഓക്കെ, മുള്ളില്ലാത്ത റോസാച്ചെടി ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആകാശകുസുമം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് തീരെ ഉണ്ടാകാൻ ഇടയില്ലാത്തത്. ഓക്കെ, തീരെ ഉണ്ടാകാൻ ഇടയില്ലാത്തത്. ഋതു. വിപരീത പദം എന്താണ്? ഋതുവിൻ്റെ വിപരീത പദം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. വക്രം. വക്രമാണ് വിപരീത പദം. പികം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പികം എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കുയിലാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒറ്റപ്പദം ഏത്? പഠിക്കാനുള്ള ആഗ്രഹം. പഠിക്കാനുള്ള ആഗ്രഹത്തിന് പറയുന്ന പേരാണ് എന്താണ്? ആൻസറാണ് ഓപ്ഷൻ എ, പിപഠിഷ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായ വാക്യം ഏത്? ശരിയായിട്ടുള്ള വാക്യം ഇതിൽ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠനായ കവിയാണ്. ഓക്കെ, കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠനായ കവിയാണ്. ഓക്കെ, നദി എന്ന് അർത്ഥം ഇല്ലാത്ത പദം ഏതാണ്? നദി എന്ന അർത്ഥമില്ലാത്ത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. നദപതി. നദപതിയാണ് നദി എന്നർത്ഥമില്ലാത്ത പദം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശരത് അധികം ചന്ദ്രൻ ചേർത്തെഴുതുക. ശരത് അധികം ചന്ദ്രൻ എന്നുള്ളത് ചേർത്തെഴുതിയാൽ എങ്ങനെ വരും? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ശരത്ചന്ദ്രൻ. ശരത്ചന്ദ്രൻ എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റാറ്റസ് ക്വോ എന്നത് എന്തിൻ്റെ പരിഭാഷയാണ്? അപ്പോൾ സ്റ്റാറ്റസ് ക്വോ എന്ന് പറയുന്നത് എന്തിൻ്റെ പരിഭാഷയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മാറ്റമില്ലാത്ത സ്ഥിതി. ഓക്കെ, മാറ്റമില്ലാത്ത സ്ഥിതി. അടുത്ത ക്വസ്റ്റ്യൻ. പൂർവം എന്നതിൻ്റെ വിപരീത പദം എന്താണ്? പൂർവത്തിൻ്റെ വിപരീത പദം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. പശ്ചിമം. പശ്ചിമമാണ് പൂർവത്തിൻ്റെ വിപരീത പദം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഭാഗിനേയൻ എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? ഭാഗിനേയൻ്റെ സ്ത്രീലിംഗം എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഭാഗിനേയി. ഭാഗിനേയി ആണ് ഭാഗിനേയൻ്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായ പദം കണ്ടെത്തുക. ഓക്കെ, തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പദം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആജാനു ബാഹു. ആജാനു ബാഹു. ഓക്കെ, അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. മക്കളാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇനൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സൂര്യൻ. സൂര്യനാണ് ഇനൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്തത്. അധസ്ഥലം പിരിച്ചെഴുതുക. അധസ്ഥലം പിരിച്ചെഴുതിയാൽ എങ്ങനെ ലഭിക്കും? അതായത് അധ അധികം തലം. ഓക്കെ, അധ അധികം തലം എന്നുള്ളതാണ് അധസ്ഥലം പിരിച്ചെഴുതിയാൽ ലഭിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അധ അധികം തലം. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ രൂപം ഏത്? ശരിയായിട്ടുള്ള രൂപം ഇതിലേതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് അർദ്ധാന്തര ന്യാസം. അർദ്ധാന്തര ന്യാസം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സന്ധി നിർണ്ണയിക്കുക. അതായത് 90 എന്നുള്ളതിൻ്റെ സന്ധി നിർണ്ണയിക്കാനാണ് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആദേശസന്ധി. ആദേശസന്ധിയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പൂജക ബഹുവചനം ഏത്? പൂജക ബഹുവചനം ഇതിലേതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഭാഗവതറാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിഹഗം പര്യായ പദമായി വരുന്ന വാക്ക് ഏതാണ്? വിഹഗം എന്നുള്ളത് നമ്മൾ മുമ്പും കണ്ടായിരുന്നു അല്ലേ? അതായത് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പക്ഷിയാണ്. വിഹഗം എന്ന പര്യായ പദമായിട്ട് വരുന്ന വാക്കാണ് ഓപ്ഷൻ ഡി, പക്ഷി എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. അത് ക്ലാരിറ്റി കുറച്ച് കുറവാണ് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ, കാരണം സൈറ്റിൽ ഇതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉള്ളതിൽ വെച്ചിട്ട് കുറച്ച് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ പറയുന്നവയിൽ പ്രയോജക ക്രിയാരൂപം ഇല്ലാത്ത പദം ഏത്? പ്രയോജക ക്രിയാരൂപം ഇല്ലാത്ത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നേടുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ. അടുത്തത്, ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ കണ്ടെത്തുക. ഓക്കെ. ഇതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉമാണ് ശരി. അതായത് അദ്ദേഹം പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്. അതുപോലെ അദ്ദേഹം ലബ്ധപ്രതിഷ്ഠനായ സാഹിത്യകാരനാണ്. ഓക്കെ. അപ്പോൾ 2ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വർണ്ണ നിറമുള്ളവൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദത്തിൻ്റെ ശരിയായ രൂപം ഏതാണ്? സ്വർണ്ണ നിറമുള്ളവൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദത്തിൻ്റെ ശരിയായ രൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, രുക്മിണിയാണ്. ഓക്കെ. ആൻസർ ഓപ്ഷൻ എ, രുക്മിണി. ശരിയായ പ്രയോഗം ഏത്? അടുത്ത ക്വസ്റ്റ്യനാണ്, ശരിയായിട്ടുള്ള പ്രയോഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രവൃത്തി പരിചയമുള്ളവരെ പരിഗണിക്കും എന്നാണ് ആൻസർ. ഓക്കെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അഭിനേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? അഭിനേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് അഭിനേത്രിയാണ് അഭിനേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന ഇംഗ്ലീഷ് ശൈലി മലയാളത്തിലാക്കുമ്പോൾ സ്വീകരിക്കാവുന്ന അർത്ഥം. ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, തർക്ക വിഷയമാണ് ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കാണാൻ ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥമുള്ള ഒറ്റപ്പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ദിദൃക്ഷു ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എൻ്റെ അധികം നിൻ്റെ അധികം ഇവ ചേർത്തെഴുതുമ്പോൾ ലഭിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, 2 മാത്രമാണ്. എന്താണ് 2 എന്ന് പറയുന്നത്? എൻ്റെയും നിൻ്റെയും എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നിന്ന് രൂപക സമാസത്തിന് ഉദാഹരണം കണ്ടെത്തുക. ഓക്കെ. താഴെ പറയുന്നവരിൽ നിന്ന് രൂപക സമാസത്തിന് ഉദാഹരണം കണ്ടെത്തുക. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, പാദപങ്കജമാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എന്താണ് ലഭിക്കുക? ആൻസർ ഓപ്ഷൻ ബി ആണ്, തൺ അധികം താർ. ഓക്കെ. അതായത് തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി, തൺ അധികം താർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. അർത്ഥം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന പദം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, പരിഭവമാണ് ആൻസർ. ഓക്കെ. ദൃഢം എന്ന പദത്തിൻ്റെ വിപരീതമായിട്ട് വരുന്ന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ശിഥിലമാണ് ദൃഢത്തിൻ്റെ വിപരീത പദം. ഓക്കെ. വിറ്റു എന്ന പദം പിരിച്ചെഴുതിയത് എങ്ങനെയാണ്? അതായത് വിറ്റു എന്ന പദം പിരിച്ചെഴുതിയത് ആൻസർ ഓപ്ഷൻ ബി ആണ്, വിൽ അധികം തൂവാണ് വിറ്റു എന്ന പദം പിരിച്ചെഴുതിയത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വെറുതെ പേടിപ്പിക്കുക എന്നതിന് സമാനമായ ശൈലി ഏതാണ്? വെറുതെ പേടിപ്പിക്കുക എന്നതിന് സമാനമായ ശൈലി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉമ്മാക്കി കാട്ടുക. ഓക്കെ. ഉമ്മാക്കി കാട്ടുക എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ നപുംസകലിംഗം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാളയാണ് ആൻസർ. കാളയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ജാമാതാവ് എന്ന പദത്തിൻ്റെ അർത്ഥം. ആൻസർ ഓപ്ഷൻ എ ആണ്, മകളുടെ ഭർത്താവ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏത്? അതായത് വിഡ്ഢിത്തത്തിൻ്റെ ശരിയായിട്ടുള്ള പദമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, വിഡ്ഢിത്തം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ വാക്യം ഏത്? തെറ്റായിട്ടുള്ള വാക്യം ഇതിലേതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് കടതോറും കയറിയിറങ്ങി എന്നുള്ളതാണ് തെറ്റായ വാക്യം. മറന്നുപോയി, ഇതിലെ അടിവരയിട്ട പദം മറന്നുപോയി. അപ്പോൾ പോയി എന്നുള്ളതിൻ്റെ അടിവരയിട്ട പദം ഇതിലേതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അനുപ്രയോഗമാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. അപ്പോൾ എന്നതിന് സമാനമായ പഴഞ്ചൊല്ല് ഏത്? ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഓക്കെ. ആൻസർ ഓപ്ഷൻ സി, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും.
അടുത്ത ക്വസ്റ്റ്യൻ, ഗുരു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? ഗുരുവിൻ്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഗുരുവിയാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സുഷുപ്തി എന്ന പദം എങ്ങനെ ഘടകങ്ങളായി പിരിക്കാം? സുഷുപ്തി എന്ന് പറയുന്ന പദം എങ്ങനെയാണ് ഘടകങ്ങളായിട്ട് പിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് സു അധികം സുപ്തിയാണ്. ഓക്കെ, സു അധികം സുപ്തിയാണ് സുഷുപ്തി എന്ന പദം ഘടകങ്ങളായിട്ട് പിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, രാത്രി, മഞ്ഞൾ, ഇരിപ്പിടം എന്നീ അർത്ഥങ്ങൾ വരുന്ന പദം ഏത്? രാത്രി, മഞ്ഞൾ, ഇരിപ്പിടം എന്നീ 3 അർത്ഥങ്ങളും വരുന്ന പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, വസതിയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, 1ഉം 3ഉം ആണ് ശരി. അതായത് വൈരൂപ്യം എന്നുള്ളത് ശരിയാണ്, അതുപോലെ തന്നെ വിരൂപത എന്ന് പറയുന്നതും ശരിയാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം ആണ് ശരിയെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കാക്കയുടെ പര്യായ പദങ്ങളിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. കാക്കയുടെ പര്യായ പദങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കരി എന്നുള്ളതാണ് കാക്കയുടെ പര്യായ പദത്തിൽ പെടാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പദജോഡികളിൽ 2ഉം ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 2ഉം ശരിയായിട്ടുള്ളത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് സ്വപരിശ്രമം അതുപോലെ തന്നെ സ്വയം പരിശ്രമം. ഓക്കെ, സ്വപരിശ്രമം സ്വയം പരിശ്രമം ഈ 2എണ്ണമാണ് ശരിയെന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗതിയും വിഭക്തിയും ചേർന്ന് മിശ്ര വിഭക്തിക്ക് ഉദാഹരിക്കാവുന്ന പ്രയോഗം ഏത് വാക്യത്തിലാണുള്ളത്? ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗതിയും വിഭക്തിയും ചേർന്ന് മിശ്ര വിഭക്തിക്ക് ഉദാഹരിക്കാവുന്ന പ്രയോഗം ഏത് വാക്യത്തിലാണുള്ളത്? ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, അയാൾ മരത്തിൽ നിന്ന് വീണു. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി, അയാൾ മരത്തിൽ നിന്നും വീണു. അടുത്ത ക്വസ്റ്റ്യൻ, ജാമാതാവ് ഈ പദത്തിൻ്റെ അർത്ഥം എന്ത്? ജാമാതാവ് എന്ന് പറയുന്ന ഈ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മകളുടെ ഭർത്താവിനെയാണ് ജാമാതാവ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്കൃഷ്ടം എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥം വരുന്ന പദജോടി തിരഞ്ഞെടുക്കുക. അപ്പോൾ ഉത്കൃഷ്ടം എന്നതിൻ്റെ വിപരീതാർത്ഥം വരുന്നത് എന്തിനാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, നികൃഷ്ടം അതുപോലെ തന്നെ അപകൃഷ്ടം. ഓക്കെ, നികൃഷ്ടം അപകൃഷ്ടം എന്നിവയാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അർത്ഥത്തിൽ സാമ്യമുള്ള പദജോടി കണ്ടെത്തുക. അർത്ഥത്തിൽ സാമ്യമുള്ള പദജോടി ഇതിലേതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഉന്മൂലനം അതുപോലെ തന്നെ ഉന്മാർജനം. ഓക്കെ, ഉന്മൂലനം അതുപോലെ തന്നെ ഉന്മാർജനമാണ് അർത്ഥത്തിൽ സാമ്യമുള്ള പദജോടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരി ഏത്? ഓക്കെ, താഴെ പറയുന്നതിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉം. അതായത് 10 മാങ്ങകൾ അതുപോലെ 1000 സ്ത്രീകൾ. ഓക്കെ, 10 മാങ്ങകൾ 1000 സ്ത്രീകൾ എന്നിവയാണ് ശരി. 5 രൂപകൾ അതുപോലെ 8 ദിക്ക് എന്നുള്ളവ തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചേർത്തെഴുതുക. തൺ അധികം താർ എന്ന് വെച്ചാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, തണ്ടാരാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, തണ്ടാരാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന പഴഞ്ചൊല്ല് നൽകുന്ന സന്ദേശം എന്ത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ദുഷ്ടപ്രവൃത്തിക്ക് അതനുസരിച്ചിട്ടുള്ള ഫലം കിട്ടും. അതായത് ദുഷ്ടപ്രവൃത്തിക്ക് അതിനനുസരിച്ചുള്ള ഫലം കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എതിർലിംഗം എഴുതുക. വിദ്വാൻ എന്നുള്ളതിൻ്റെ എതിർലിംഗം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിദുഷിയാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ശൈലി വ്യാഖ്യാനിക്കുക. അജകള സ്ഥാനം എന്ന് വെച്ചാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അനാവശ്യമായിട്ട് ഉള്ളത്. ഓക്കെ, ശൈലി വ്യാഖ്യാനിക്കുക. അജകള സ്ഥാനം എന്നുള്ളത് ഓപ്ഷൻ ബി, അനാവശ്യമായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സമാന പദങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം 4ഉം. എന്താണ്? അഭിലാഷം, കാംക്ഷ, ആഗ്രഹം. ഓക്കെ, അഭിലാഷം, കാംക്ഷം, ആഗ്രഹം എന്നിവയാണ്, കാംക്ഷ, ആഗ്രഹം എന്നിവയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള വാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആശുപത്രിയുടെ ഉദ്ഘാടനത്തിനു വേണ്ടി വിശിഷ്ട വ്യക്തിയെ നേരിട്ട് ചെന്ന് കാണുകയും ക്ഷണക്കത്ത് നൽകുകയും ചെയ്തു. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏത്? ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വിഡ്ഢിത്തം. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി, വിഡ്ഢിത്തം. ഇപ്പോൾ നമ്മൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു അല്ലേ? ഓക്കെ, അപ്പോൾ അത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സന്ധി ഏത്? അതായത് ആ അധികം അൻ എന്നുള്ളത് അവൻ എന്നാണ്. അപ്പോൾ ഇത് ഏത് സന്ധിയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആഗമസന്ധിയാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റപ്പദമാക്കുക. പ്രഥമമായി ഗണിക്കേണ്ടവൻ എന്നുള്ളത് എന്താണ്? പ്രഥമ ഗണനീയനാണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അംഗവും കാണാം താളിയും ഒടിക്കാം. ഓക്കെ, അപ്പോൾ അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന പഴഞ്ചൊല്ലിനെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് കണ്ടെത്തുക. അതായത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് 2 കാര്യം ഒറ്റ പ്രവൃത്തി കൊണ്ട് സാധിക്കുക. ഓക്കെ, 2 കാര്യം ഒറ്റ പ്രവൃത്തി കൊണ്ട് സാധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിപരീത പദം എഴുതുക. അതായത് ഹ്രാസം എന്നുള്ളതിൻ്റെ
വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വികാസമാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സമപ്രാധാന്യമുള്ള രണ്ട് വാക്യങ്ങളുടെ നടുവിൽ ചേർക്കുന്ന ചിഹ്നം ഏതാണ്? അപ്പോൾ സമപ്രാധാന്യമുള്ള രണ്ട് വാക്യങ്ങളുടെ നടുവിൽ ചേർക്കുന്ന ചിഹ്നം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഭിത്തിക. ഓക്കെ, ഭിത്തികയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അത് ക്യാൻസൽ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അത് വേണ്ട. ഓക്കെ, അടുത്തത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലജ്ജയുടെ പര്യായ പദമല്ലാത്തത് ഏത്? ലജ്ജയുടെ പര്യായ പദമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ക്രതു ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കോഴി എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലിംഗവിഭാഗത്തിൽ പെടുന്നു? അപ്പോൾ കോഴി എന്നുള്ളത് ഏത് ലിംഗവിഭാഗത്തിലാണ് പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉഭയലിംഗത്തിലാണ് കോഴി എന്നുള്ളത് പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏത്? ശരിയായിട്ടുള്ള പദം ഇതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സർവസ്വം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത പദങ്ങളിൽ നിന്നും ഭക്ഷിക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഭക്ഷിക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഘാതകൻ എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പിരിച്ചെഴുതുക. വിണ്ടലം എന്നുള്ളതിന് പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും? ആൻസർ ഓപ്ഷൻ സി ആണ്, വിൺ അധികം തലം. ഓക്കെ, വിൺ അധികം തലം എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സബ്മിഷൻ എന്നതിൻ്റെ ശരിയായിട്ടുള്ള പരിഭാഷ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സമർപ്പണം. സബ്മിഷൻ എന്നാൽ സമർപ്പണം എന്നാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പട്ടികയിൽ ശരിയായിട്ടുള്ള വിപരീത പദങ്ങളുടെ ജോഡികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള ജോഡികൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 2, 3, 4 എന്നിവ. അതായത് ത്യാജ്യം, ഗ്രാഹ്യം, താപം, ദോഷം, വിവൃതം, സംവൃതം ഓക്കെ എന്നിവയാണ് ശരിയായിട്ടുള്ള ജോഡി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ശൈലികളിൽ അർത്ഥവുമായി യോജിക്കുന്നവ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, എല്ലാം യോജിക്കുന്നവയാണ്. അതായത് മർക്കടമുഷ്ടി എന്നാൽ ശാഠ്യമാണ്, നളഭാഗം എന്നാൽ ഒരു കുറവുമില്ലാത്തത്, കാപ്പ് കെട്ടുക ഒരുങ്ങുക, ധനാശി പാടുക അവസാനിപ്പിക്കുക. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാം തന്നെ യോജിക്കുന്നവയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സ്വാമികൾ എന്നത് പൂജക ബഹുവചനമാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് യോജിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇതിൽ യോജിക്കുന്നവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ, 2, 3 എന്നിവയാണ്. അതായത് ബഹുത്വത്തെ കാണിക്കുന്നില്ല, അതുപോലെ തന്നെ പൂജകത്വം സൂചിപ്പിക്കുന്ന ഏകവചനമാണ്. ഓക്കെ, പൂജകത്വം സൂചിപ്പിക്കുന്ന ഏകവചനമാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 2, 3 എന്നിവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മഹത് അധികം ചരിത്രം ചേർത്തെഴുതുമ്പോൾ ശരിയായി വരുന്ന രൂപം ഏതാണ്? അതായത് മഹത് അധികം ചരിത്രം എന്ന് പറഞ്ഞാൽ ചേർത്തെഴുതുമ്പോൾ ശരിയായി വരുന്ന രൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 3 മാത്രം. അതായത് മഹച്ചരിതമാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചേർത്തെഴുതുമ്പോൾ കൂട്ടത്തിൽ വ്യത്യസ്തമായിട്ട് വരുന്നത് ഏതാണ്? ചേർത്തെഴുതുമ്പോൾ വ്യത്യസ്തമായിട്ട് വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 4 മാത്രം. അതായത് കരി അധികം പുലി അല്ലേ, അപ്പോൾ നമ്മളിത് വരുന്ന സമയത്ത് കരിമ്പുലി എന്നാവും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 4 മാത്രം, കരി അധികം പുലി. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റില്ലാത്ത പദങ്ങളുടെ കൂട്ടം ഏത്? തെറ്റില്ലാത്ത പദങ്ങളുടെ കൂട്ടമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, 3 മാത്രമാണ്. അതായത് സമ്രാട്ട്, സായുജ്യം, സാമ്യം. ഓക്കെ, അപ്പോൾ തെറ്റില്ലാത്ത പദങ്ങളുടെ കൂട്ടം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 3 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് 80 കൊല്ലം നീണ്ടു നിന്ന ആ ജീവിതം സമാപിച്ചു. ഈ വാക്യം ശരിയായി തിരുത്തി എഴുതുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? ആൻസർ ഓപ്ഷൻ എ ആണ്, 1, 3 എന്നിവ. ഓക്കെ, 1, 3 എന്നിവയാണ്. എന്താണ്? 80 കൊല്ലം നീണ്ടു നിന്ന ആ ജീവിതം ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് സമാപിച്ചു. അതുപോലെ ലോകം മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് 80 കൊല്ലം നീണ്ടു നിന്ന ആ ജീവിതം സമാപിച്ചു. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചില മലയാള പദങ്ങളും അവയുടെ പര്യായങ്ങളും താഴെ നൽകുന്നു, ശരിയായവ ഏതെല്ലാം? ഓക്കെ, ഇതിൽ ശരിയായവ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2, 3, 4 എന്നിവ. അതായത് കുങ്കുമം, രോഹിതം, പിശുനം, കുട, ഛത്രം, ആദപത്രം, കപ്പൽ, ഉരു, യാനപാത്രം. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയെന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റപ്പദമാക്കിയതിൽ ശരിയല്ലാത്തത് ഏതെല്ലാം? ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് എല്ലാം ശരിയാണ്. ബുദ്ധനെ സംബന്ധിച്ചത് ബൗദ്ധം, ശിഥിലമായത് ശൈഥില്യം, തിലത്തിൽ നിന്നുള്ളത് തൈലം, വരത്തെ ദാനം ചെയ്യുന്നവൾ വരദ. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, എല്ലാം ശരിയാണ്. താഴെയുള്ള പരിഭാഷയിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1 മാത്രം, പുട്ട് ഓഫ് ധരിക്കുക എന്നുള്ളത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്, ബാക്കിയെല്ലാം തന്നെ ശരിയായിട്ടുള്ള ആൻസറാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്.